ഓക്കെ. പ്രതീഷിന്റെ ഫാമിലെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമേ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുല്ലക്കൊടി ഒരു വിളവെടുപ്പ് എന്നത് കഴിച്ചതാൽ അത് വളരെ ഔഷധ വീര്യമുള്ള മത്സ്യമാണെന്നാണ് പറയുന്നത്. ഔഷധമുള്ളതാണ് ആ മത്സ്യം. പക്ഷേ ഇത് നേരത്തെ നാട്ടിൽ നിന്നെല്ലാം പിടിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. വളർത്താനും പോറ്റി വളർത്താൻ ഇവിടെ അതുണ്ടെന്ന് അറിയില്ല, കാണുന്നതാണോ എന്നറിയില്ല. പിന്നെ അവിടെയുള്ള ഇവിടെ വളർത്തുന്ന മത്സ്യമുണ്ട്. അപ്പൊ ഈ വളർത്തു മത്സ്യങ്ങള് പൊതുവെ ആളുകൾ പറയാ അതത്ര രസമില്ലാതെ പറഞ്ഞ് വേഗത്തിൽ അതിനെ തള്ളിക്കളയും. ഞാനും മത്സ്യം വളർത്തിയിരുന്നു. എന്റെ വീട്ടിൽ ഞാൻ ചെറിയ കൊള്ളം ഇതാക്കിയിട്ട് മത്സ്യം ടാങ്കാക്കി മത്സ്യം വളർത്തി. നല്ല ടേസ്റ്റുള്ള മത്സ്യം. അത് പക്ഷേ ഇരുവിനെ പോലെ തിലോപ്പിയ നല്ല ടേസ്റ്റുള്ള മത്സ്യമാണ് തിലോപ്പിയ. അപ്പോ ഇങ്ങനെ വളർത്തു മത്സ്യങ്ങൾ പലതുകൊണ്ടും പോഷക ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. എന്നാൽ കടൽ മത്സ്യത്തിന്റെ പ്രത്യേകത വേറെയുണ്ട്. അപ്പൊ നമുക്ക് ഏതവസരവും മത്സ്യം ഉപയോഗിക്കാൻ പറ്റുന്ന വളർത്തു മത്സ്യങ്ങളാണ്. അതിൽ പലതും നല്ല ടേസ്റ്റുള്ള മത്സ്യങ്ങളും. ആസാം വാളയാന്ന് അല്ലേ, ആസാം വാള വലുതാവും. അതൊക്കെ നല്ല ടേസ്റ്റുള്ള മത്സ്യം തന്നെയാണ്. അതുകൊണ്ട് ഈ വളർത്തു മത്സ്യങ്ങൾ എന്തോ ഒരു മോശമാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ അത് മോശമല്ല, അത് ശുദ്ധ മത്സ്യമാണ്. അത് ശരിയായ രീതിയിൽ പാചകം ചെയ്താൽ ടേസ്റ്റുള്ള മത്സ്യമാണ്. അപ്പൊ അതിന് രണ്ട് അവകാശമുണ്ട്. ഒന്ന് മത്സ്യം വളർത്തി ശുദ്ധ മത്സ്യം നല്ല പഴക്കമില്ലാതെ തന്നെ പിടിച്ചപാട് മത്സ്യം പാകം ചെയ്ത് കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം. അതാണ് വളർത്തു മത്സ്യത്തിന്റെ ഒരു മേന്മ. ഇന്ന് ഇത് ചില പ്രതിസന്ധികൾ നേരിടുന്നു. അതൊക്കെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുകാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് ഇതിന്റെ മാർക്കറ്റിംഗ്. ഇന്ന് ഇവിടെ ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ ഇവർക്ക് ഇവിടെ തന്നെ പിടിച്ച് ഇവിടെ തന്നെ പാചകം ചെയ്യാനുള്ളതേ ഉള്ളൂ. പൊതുവെ മാർക്കറ്റ് ചെയ്യാനുള്ളതൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഇതിന്റെ മാർക്കറ്റിംഗ് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. വ്യവസായ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് മാർക്കറ്റ്, നല്ല മാർക്കറ്റ് വേണം. വളർത്തുമീനാണ് എന്ന് പറഞ്ഞ് വേഗത്തിൽ അതിനെ ആളുകൾ അങ്ങ് ഇൻസൾട്ട് ചെയ്യും. മാർക്കറ്റിൽ വിലയില്ലാതാവുക. അതുകൊണ്ട് ഇതിലൊരു വലിയ പ്രശ്നം മത്സ്യം വളർത്തുന്നതിനേക്കാൾ വലിയ പ്രശ്നം അതിന്റെ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും. മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഏത് ഉൽപ്പാദിപ്പിക്കാം. മാർക്കറ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ടാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ഇവിടെ അതൊന്നും തന്നെ ബാധകമല്ല. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഡിമാൻഡ് തന്നെ ഉണ്ട് എന്നാണ് ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സ്വയം തൊഴിലിന്റെ ഭാഗമായിട്ട് ഇത് കണ്ടെത്തുന്ന രീതിയിൽ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. സഹായകരമായ ഒന്നായി കൃഷിയെ കാണുകയും അങ്ങനെ ആ രംഗത്തേക്ക്, മത്സ്യകൃഷി രംഗത്തേക്ക് കർഷകർ നീങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പ്രശ്നം വരുന്നത്, മാർക്കറ്റിംഗിന്റെ പ്രശ്നം. അതുകൊണ്ട് മാർക്കറ്റ് കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഈ രംഗത്ത് ആദായം കണ്ടെത്താൻ വേണ്ടി കഴിയും. അതിലെല്ലാ വിധത്തിലുള്ള പിന്തുണയും മത്സ്യ വകുപ്പ് നൽകുന്നുണ്ട്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. ഏതുതരം മത്സ്യത്തിന്റെയും വിത്തുകൾ അവർ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അതിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, സൗജന്യമായിട്ട് കൊടുക്കും. ഏതുതരം ചെമ്മീനുണ്ട്, പല ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളുണ്ട്. അതിന്റെ എല്ലാം വിത്ത് അവർ സൗജന്യമായിട്ട് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അതിന്റെ ആഹാരത്തിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അവരവരുടെ ആവശ്യം മാത്രമല്ല, മാർക്കറ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മത്സ്യത്തെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും. അതിന് പ്രോത്സാഹനമാണ് ഇത്തരം ഈ വിളവെടുപ്പ് പരിപാടികൾ. തീർച്ചയായിട്ടും ഇത് ജനങ്ങളിൽ എത്തിക്കാൻ ഇത്തരം പരിപാടികൾ പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും മത്സ്യവകുപ്പ്, ഫിഷറീസ് വകുപ്പ് നടത്തുന്ന പ്രവർത്തനം ഈ രംഗത്ത് ശ്ലാഘനീയമാണ്. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ നാട്ടുകാർ അതിന് പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വ്യാപകമായ ചെറിയ സ്ഥലത്ത് ഉണ്ടാക്കാൻ വേണ്ടി, ഇതിപ്പോ വലിയ കുളം, ഇത് വേണ്ട ചെറിയ ടാങ്ക്, കുറച്ച് കല്ലും പിന്നെ പോളിത്തീൻ, പിന്നെ ഇതിന്റെ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പോളിത്തീൻ കവറിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. വലിയ പോളിത്തീൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ
വെള്ളം ശേഖരിച്ച് മത്സ്യത്തെ വളർത്താൻ വേണ്ടി ഷീറ്റ് പോലത്തെ ഷീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയും വലിയ ഭംഗിയുള്ള കൊള്ളൊന്നും വേണ്ട. ഒരു പോളിത്തീൻ ഷീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറെ മത്സ്യം വളർത്താനുള്ള ഒരു ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഞാനും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാക്കി വളർത്തിയിരുന്നു. പിന്നെ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ആർക്കും കഴിയുന്ന ഒരു കാര്യമാണ്. താല്പര്യമുണ്ട്. ഈ പരിപാടി തീർച്ചയായിട്ടും ഈ മത്സ്യകൃഷി രംഗത്ത് ജനങ്ങളെ ആകർഷിക്കുന്നതിന് ഈ പരിപാടി പ്രയോജനപ്പെടും. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവിധ സഹായങ്ങളും അതിന് നൽകുന്നുണ്ട്. ഗവൺമെന്റ് ബഡ്ജറ്റിലും മത്സ്യകൃഷിയെ സംബന്ധിച്ച് പിന്നെ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ട് ഒരു ബഡ്ജറ്റാണ് ഗവൺമെന്റ് അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റിൽ ആ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൃഷിയുടെ ഭാഗമായിട്ടുള്ള മത്സ്യകൃഷിയും നമുക്ക് നല്ല തോതിൽ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പാടിക്കുന്നിലെ ഏബിൾ വില്ലേജ് എന്റെ ആരംഭം മുതൽ തന്നെ ഞാനായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഞാൻ പിന്നെ പരിചയവും മാത്രമല്ല മറ്റ് ഈ കാര്യങ്ങൾ അറിയുകയും ഒക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വിശദമായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് സമയം ഉണ്ടായിട്ടില്ല. 1-2 തവണ വരികയും അതുപോലെ തന്നെ ഇത് വളരെ നല്ല ഇതിന്റെ കമ്പനി തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ മനോഹരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ കാട് പിടിച്ച പ്രദേശം ഇത്രയും മനോഹരമായിട്ട് നിരവധി ടൂറിസ്റ്റുകൾ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒന്നാക്കി മാറ്റിയെടുത്തിട്ടുള്ള ഇതിന്റെ മാനേജ്മെന്റ് ഉണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട്. അവരെല്ലാം ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ മത്സ്യകൃഷി കൂടുതൽ വികസിപ്പിക്കുന്നതിന് മാതൃകാപരമായി ഏബിൾ വില്ലേജിലുള്ള ഈ കൃഷി രീതി മാതൃകാപരമായിട്ടുള്ളതാണ്, അനുകരണീയമായിട്ടുള്ളതാണ്. നമുക്ക് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാം. വില്ലേജിന്റെ മാനേജ്മെന്റിന് എല്ലാവിധ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനം ഇനിയും കൂടുതൽ ആളുകളെ ആകർഷിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നമുക്ക് ഈ ഏബിൾ വില്ലേജ് മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുക.